ഇതൊരു മനോരോഗം തന്നെയാണ്. ഇങ്ങനെ ഒരു മനോരോഗം ഉണ്ട്. ഇതിനെ എക്സിബിഷനിസ്റ്റ് ഡിസോർഡർ എന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേര്. അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷനൊക്കെ അംഗീകരിച്ചിട്ടുള്ള പാരാഫിലിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ രതി വൈകൃതങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു ഡിസോർഡറാണിത്. ചില ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ. അവരിത്തരത്തിലുള്ള നഗ്നതാ പ്രദർശനങ്ങളൊക്കെ നടത്താറുണ്ട്. അത് ഒരു ക്രിമിനൽ മൈൻഡ് വെച്ചിട്ടും സമൂഹത്തിൽ വിരുദ്ധമായി പെരുമാറുന്ന, സമൂഹത്തിനെതിരെ പെരുമാറുന്ന അവരുടെ ഒരു മാനസിക അവസ്ഥയെ വെച്ച് ചെയ്യുന്നതാണ്. അവരെയൊന്നും ഒരിക്കലും ഈ രോഗത്തിൻ്റെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ കഴിയില്ല. എന്നാൽ ഇതൊരു രോഗാവസ്ഥയായി ഇത്തരത്തിലുള്ള പ്രവർത്തനം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനത്തിൻ്റെ ഒരു ലെവലിലേക്ക് പോകുന്ന ആ രോഗത്തെ കൃത്യമായി തെറാപ്പികളിലും കൗൺസിലിങ്ങും ഒക്കെ നടത്തി മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നിയന്ത്രിക്കുക തന്നെയാണ് വേണ്ടത്. നമ്മുടെയൊക്കെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുകയും മന്ദീഭവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ മുൻവശത്തുള്ള ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ വൈകാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഈ ഭാഗത്തെ പ്രവർത്തനം മന്ദീഭവിച്ചു പോയാൽ ഇത്തരത്തിലെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള രതി വൈകൃതങ്ങളുടെ അടിമയായി തീരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. സാധാരണഗതിയിൽ ഒരാൾ ഇത്തരത്തിലുള്ള നഗ്നതാ പ്രദർശനം പരസ്യമായി സമൂഹത്തിൽ നടത്തിയാൽ അവരെ ക്രിമിനലുകളായിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളും നമ്മുടെ നിയമ സംവിധാനവും ഒക്കെ കാണുന്നത്. അവരുടെ പേരിൽ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ആൾക്കാർ ചേർന്ന് അവരെ കൈകാര്യം ചെയ്യാനോ ഒക്കെ നിൽക്കും. അവർക്കൊരു മനോരോഗമാണിതെന്നോ അല്ലെങ്കിൽ ഇവർക്ക് മനോരോഗം ഉണ്ടെന്നോ ഒന്നും ആരും അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ അവരെ ചികിത്സിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കാര്യം ഇത്തരത്തിലൊരു രോഗം കൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള മാനസിക അവസ്ഥയിലായിരിക്കില്ല അപ്പോൾ നാട്ടുകാരും ഇതിൽ നടപടിയെടുക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ നഗ്നതാ പ്രദർശനമൊക്കെ ഒരു രോഗാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയത് ഈ അടുത്ത സമയത്താണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ നേരത്തെ തന്നെ ചികിത്സകൾ തുടങ്ങുകയും ആൾക്കാർക്ക് ഇത്തരം വിഭാഗമായിട്ട് പ്രത്യേകിച്ച് തിരിച്ച് അവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും മനഃശാസ്ത്ര ശാഖയൊക്കെ വികസിപ്പിച്ച് അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാളെ ഒരു സാമൂഹ്യ വിരുദ്ധൻ ആയിട്ട് കണക്കാക്കി മർദ്ദിക്കുകയും കേസിൽപ്പെടുത്തുകയും ജയിലിലിടുകയൊക്കെ ചെയ്യുക എന്നുള്ളത് ഒഴികെ ഇവർക്ക് ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾക്ക് അല്ലെങ്കിൽ ഇതൊരു മാനസിക രോഗമാണെന്ന് മനസ്സിലാക്കി ചികിത്സ നൽകുന്നതിലേക്കുള്ള ഒരു നിയമ സംവിധാനത്തിലേക്കൊന്നും നമ്മുടെ നാട് പുരോഗമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പണ്ടൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരെ കെട്ടിയിട്ട് തല്ലുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും വാർത്തകളിൽ കൂടെ അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഒരു പ്രശസ്ത സിനിമാ താരമായതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിനെ ആൾക്കാർ വളഞ്ഞിട്ട് തല്ലാത്തതും, അല്ലെങ്കിൽ ഈ പോലീസ് നാട്ടുകാരുടെ കയ്യിൽ ഇദ്ദേഹം പെടുന്നതിന് മുമ്പേ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊണ്ടാകാം അദ്ദേഹം രക്ഷപ്പെട്ടതും ഒക്കെ. കോടതിയിൽ തന്നെ അദ്ദേഹത്തിന് മാനസിക രോഗമുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും തീയതിയുടെ കാര്യം പറഞ്ഞ് കോടതി അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തതും ചിലപ്പോൾ ഈ മാനസിക രോഗത്തിൻ്റെ ശരിയായിട്ടുള്ള വശത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ സംഭവിച്ചതോ അല്ലെങ്കിൽ നിയമപരമായിട്ട് പുള്ളിയുടെ പേരിൽ നടപടിയെടുത്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയാണ് ഉള്ളതെന്ന് കോടതിക്ക് തോന്നിയിട്ടോ ആകാം. ഈ വിഷയത്തെക്കുറിച്ച് എക്സിബിഷനിസ്റ്റ് ഡിസോർഡറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ വായിച്ചു നോക്കിയപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ഇതിനെക്കുറിച്ച് പല പത്രവാർത്തകളും പല ജേണലുകളിൽ ഒരുപാട് ന്യൂസുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് നമ്മുടെ മെട്രോ നഗരങ്ങളിൽ ഇത്തരം ഡിസോർഡറുകളുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ ഇപ്പോൾ വർധനവുണ്ട് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, കൂടുതൽ പുതിയ മനഃശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വൈകൃതങ്ങളോ മെൻ്റൽ ഡിസോർഡേഴ്സൊക്കെ ഉള്ള ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കൂടി വരുന്നതായിട്ടും പറയുന്നുണ്ട്. എന്തെങ്കിലും മാനസിക പ്രതിസന്ധികൾ ഉള്ളവരാണ് സമൂഹത്തിൽ 10% മുതൽ 20% വരെയുള്ള ആൾക്കാരെന്ന് പൊതുവെ ഈ രംഗത്ത് മനഃശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ഈ ജേണലുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ചപ്പോൾ അത് ഒരു ഞെട്ടിക്കുന്ന സംഖ്യയാണ്. കാര്യം നമ്മുടെ ഒരു 100 പേരെ എടുത്താൽ 10 പേർക്കോ 20 പേർക്കോ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രതിസന്ധികൾ, ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് അത്ര വലിയ നല്ല ലക്ഷണമല്ല. കാര്യം 100 പേരിൽ 20 പേരേക്ക് ഏതെങ്കിലും തരം പ്രതിസന്ധികൾ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും നല്ലതല്ല എന്നുള്ളതാണ് വസ്തുത.
എക്സിബിഷനിസ്റ്റ് ഡിസോർഡർ എന്ന് പറയുന്ന രോഗത്തിന് പല കാരണങ്ങളുണ്ടെന്നാണ് ഈ ജേണലുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. കുട്ടിക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാവുകയോ അതല്ലെങ്കിൽ സ്വന്തം ശേഷിയോടോ അല്ലെങ്കിൽ സ്വന്തം ശാരീരിക ക്ഷമതയോടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ അപകർഷത ബോധമോ ഒക്കെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു മാനസിക രോഗത്തിലേക്ക് ആൾക്കാർ ചെന്നെത്താം എന്നാണ് ഈ പഠനങ്ങളിലൊക്കെ പറയുന്നത്. ഇവർക്ക് ഇത്തരത്തിലുള്ള നഗ്നതാ പ്രദർശനത്തിലൂടെ ഇവർക്ക് ലൈംഗികമായിട്ടുള്ള സംതൃപ്തി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർ ലൈംഗികത ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവരിത്തരം ഒരു പ്രദർശനം നടത്തുമ്പോൾ ഇത് കാണുന്ന ആൾക്കാരുടെ മുഖത്തുണ്ടാകുന്ന ഭയമോ അത്ഭുതമോ അല്ലെങ്കിൽ വെറുപ്പോ ഏത് തരം ഭാവമാണെങ്കിലും ആ ഭാവം ഇവർ കാണുമ്പോൾ ഇവർക്ക് അതിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരു സംതൃപ്തിയും ആസ്വാദനവും ഒക്കെ ലഭിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു നഗ്നതാ പ്രദർശനം നടത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും അറിഞ്ഞായാലോ കേസോ വഴക്കോ ആയാലോ, അത് ആരും അറിയാതെ കേസും വഴക്കും ഒന്നും ആയില്ലെങ്കിലും ഇത് ചെയ്ത ആളിന് കുറച്ച് കഴിയുമ്പോൾ ഈ ചെയ്തു പോയ പ്രവൃത്തിയോട് പശ്ചാത്താപം ഉണ്ടാവുകയും കുറ്റബോധം ഉണ്ടാവുകയും ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകാതിരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും. എന്നാലും കുറേ കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരവസരം വീണ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരവസരം മുന്നിൽ വന്ന് ചാടുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ഈ രോഗാവസ്ഥയിലേക്ക് പോകുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യും. ഇതിനെ ഒരു രോഗമായിട്ട് തന്നെ കണ്ടിട്ട് ഇവർക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള ചികിത്സകൾ നൽകുകയോ കൗൺസിലിംഗ് നടത്തുകയോ തുടർച്ചയായിട്ട് മരുന്നുകൾ നൽകിയുള്ള ചികിത്സ നടത്തുകയോ ഒക്കെയാണ് വേണ്ടത്. കേസിൽപ്പെടുത്തുന്നതും കായികമായിട്ട് നേരിടുന്നതും ജയിലിൽ അടയ്ക്കുന്നതും ഒന്നും ഇതിനൊരു ശാശ്വത പരിഹാരമല്ല. ഇവർക്ക് വളരെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകി ഇവരെ നല്ല ഡോക്ടേഴ്സിനെ കൊണ്ട് ട്രീറ്റ് ചെയ്ത് വീട്ടുകാരും ഇവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വെക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഇവരെ കുറച്ചൊക്കെ അകറ്റി നിർത്താൻ കഴിയുകയും ഈ തരത്തിലുള്ള വൈകൃതങ്ങൾ ഇവർ സമൂഹ മധ്യത്തിൽ കാണിക്കുന്നതിൽ നിന്ന് തടയാനും കഴിയും. ഒരാൾക്ക് രോഗം വന്നാൽ കൃത്യമായിട്ട് ആ രോഗം കണ്ടുപിടിച്ച് രോഗത്തിന് ചികിത്സിക്കണം. അതോടൊപ്പം തന്നെ രോഗമുണ്ടാകാനുള്ള അല്ലെങ്കിൽ രോഗം വരാനുള്ള സാഹചര്യത്തെയും ചികിത്സിക്കേണ്ടിയിരിക്കുന്നു.